യാത്രക്കാർ ഒന്നുമില്ല ഗൈസ്, പറ്റിച്ചു. ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് എവിടെയാണെന്ന് വെച്ചാൽ നമ്മൾ വന്നിരിക്കുന്നത് തട്ടേക്കാട് ബേർഡ് സാങ്ച്വറിയിലാണ്. അപ്പോൾ ഇങ്ങനെ ചുമ്മാ ഇരുന്നപ്പോൾ വെറുതെ ഒന്ന് ഇറങ്ങിയതാണ് ഗൈസ്. പക്ഷെ ഇവിടെ ഇപ്പം എന്താ പറയുക, സമ്മർ സീസൺ സ്റ്റാർട്ടിങ് ആകുന്നതുകൊണ്ട് പറയുന്നത് ചൂടല്ലേ. ഞാൻ ചുമ്മാ ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങൾ നിങ്ങളായിട്ട് പങ്കുവെക്കാം അല്ലേ? എന്താ വിഷയമില്ലാതെ? നല്ല ചൂടുണ്ട്. നന്നായി, നല്ല ചൂടുണ്ട്. പിന്നെ എന്താ, പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ അകത്തത്തെ കാഴ്ചകൾ നമുക്ക് കാണാം. ഒരുപാട് എക്സ്പെക്ട് ചെയ്യേണ്ട, നമുക്ക് എന്തെങ്കിലും ബേർഡ്സിനെ കണ്ടു ഇല്ലെങ്കിൽ വെറുതെ നടന്നിട്ട് വരാം. അതെ, അത്രേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഉള്ള വെച്ചാൽ പിന്നെ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് തട്ടേക്കാട് ബേർഡ് സാങ്ച്വറിയിലാണ്. ഇവിടുന്ന് 100 മീറ്റർ മാറിയിട്ടാണ് പക്ഷി നിരീക്ഷണമായിട്ട് ഉള്ള ഒരു ഫോറസ്റ്റ് പോലത്തെ ഒരു സ്ഥലം. ശരിക്കും പക്ഷി സങ്കേതം അവിടെയാണ്. ഇവിടെ ജസ്റ്റ് ഒരു കുറച്ച് സൈറ്റ് സീൻ കാണാം, ഇതെവിടെ ഉള്ളൂ. അപ്പോൾ അങ്ങോട്ട് നമുക്ക് പോകാം. അതോടെ കാഴ്ചകൾ എല്ലാം കണ്ടിട്ട് നിങ്ങൾ അത് കണ്ടതിന് ശേഷം നമ്മൾ അപ്പുറം പോയിട്ട് അടുത്ത കാഴ്ചകളും കൂടി നിങ്ങൾ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, നമുക്ക് പോയി കണ്ടിട്ട് വരാം. ഗൈസ്, അങ്ങനെ നമ്മൾ തട്ടേക്കാട് ബേർഡ് സാങ്ച്വറിയിൽ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ നിന്ന് ടിക്കറ്റ് എടുക്കണം. അപ്പോൾ ഗൈസ്, നമ്മൾ തട്ടേക്കാട് ബേർഡ് സാങ്ച്വറിയിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഗൂഗിൾ പേ ഇല്ല, കാർഡ് അക്സെപ്റ്റ് ചെയ്യില്ല, ക്യാഷ് ഒന്നും വരട്ടെ. അപ്പോൾ നമ്മൾ പുറത്തൊരു കടയിൽ പോയിട്ട് ക്യാഷ് ആയിട്ട് വരികയാണ് ഗൈസ്. ആകെ പെട്ടതായിരുന്നു. നമുക്ക് ടിക്കറ്റ് എടുക്കാം. ഒരു ബൈക്ക് ഇതാണ് എൻട്രൻസ് വരുന്നത്. ഇതിലൂടെയാണ് പോകേണ്ടത്. സെക്ഷൻ ഓഫീസ്, തട്ടേക്കാട് സെക്ഷൻ ഓഫീസ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ വരുന്നത് എന്താണെന്ന് വെച്ചാൽ അക്വേറിയാണ് കേസ്. ഇവിടെ ഒന്നും കാണില്ലല്ലോ, അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡായിരിക്കും അക്വേറിയം വരുന്നത്. ഇത് മീൻ കുയിൽ. ഗൈസ്, സത്യം പറയാം, നമ്മൾ പുഴയിലും ഒക്കെ കാണുന്ന സാധനമല്ലേ, അങ്ങനത്തെ സാധനമല്ലേ. കരിമീനല്ലേ? വലിയ കരിമീൻ. ഇതിലൊന്നുമില്ല, പറ്റിച്ചു. ഇതിൽ കുറേ ഉണ്ട്, കണ്ട. തവളയുണ്ട്, ആമയുണ്ട്, അരണയുണ്ട്, ഒച്ചുണ്ട്. അപ്പോൾ കയറി വരുമ്പോൾ തന്നെ ഇവിടെ ഉള്ളത് കുറേ മീനുകളാണ് ഗൈസ്. ഇതിലൊന്നുമില്ല, പറ്റിച്ചു. അപ്പം ഇങ്ങനെ മീനൊക്കെ കണ്ട് ഇങ്ങനെ ഫ്രണ്ടിലോട്ട് ഇങ്ങനെ പോവാം. മയിൽ, നമ്മുടെ ദേശീയ പക്ഷിയല്ലേ? ആണോ? ഹായ് മയിൽ. ഉച്ചത്തെ ഫുഡ് കഴിഞ്ഞിട്ട് വിശ്രമത്തിലാണെന്ന് തോന്നുന്നു. അതെ.
വെള്ളത്തിലൊന്നും ഉണ്ടാവില്ല തോന്നുന്നുണ്ട് കണ്ടിട്ട്. ഒന്നുമില്ല. അതെ, ഇല്ല, പറ്റിച്ചു, വീണ്ടും പറ്റിച്ചു. ഇതിലെന്താ അറിയോ? വെള്ളമയിൽ. എന്തിനോ കൊത്തി തന്നായോ? സുവർണ കിന്നരക്കോഴി, കിന്നരിക്കോഴി, കിന്നരിക്കോഴി. കിന്നരിക്കോഴി. എന്താണോ കോഴി? ഇവിടെ തൻ്റെ പേരാണോ സുവർണ കിന്നരിക്കോഴി? ഗൈസ്, ഇതാണ് സാധനം. എവിടെ? നല്ല ഉച്ച മയക്കത്തിലാണ്. മൃഗങ്ങളെ ഉപദ്രവിക്കുന്നതും ശല്യം ചെയ്യുന്നതും വന്യജീവി സംരക്ഷണ നിയമം അനുസരിച്ച് കുറ്റകരവും ശിക്ഷാർഹവുമാണ്. അപ്പോൾ ഇതിപ്പം പാമ്പ് ഉണ്ടായതാണ്. അവിടെ വലിയൊരു പാമ്പ് ഉണ്ടായി ലാസ്റ്റ് ടൈം നമ്മൾ വന്നപ്പോൾ. പക്ഷെ ഇപ്പം അതില്ല, അതിനെ കാട്ടിലേക്ക് കയറ്റി വിട്ടു. ഇതൊരു മൃഗശാലയല്ല. അതെ, ഇത് സംഭവിച്ചാൽ ഒരു റിഹാബിലിറ്റേഷൻ സെന്റർ. അപ്പോൾ ഇനി എവിടെയെങ്കിലും വീടുകളിലോ മറ്റു സ്ഥലങ്ങളിലോ വല്ല പാമ്പ് കയറിയാൽ അവിടെ നിന്ന് പിടിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്ന് കുറച്ച് നാൾ ഇവിടെ താമസിപ്പിച്ചിട്ട് അതിനെ കാട്ടിലേക്ക് തന്നെ തിരിച്ചു വിടും. മുള്ളമന്തി കാണാം, മുള്ളമന്തി. പേടിച്ചു. ഇവിടെ ഇരിക്കാനൊക്കെ നല്ലൊരു സ്ഥലമാണ് ഗൈസ്. കുരുവിക്കൂടിലിരിക്കുക ഗൈസ്. നല്ലൊരു കലാസൃഷ്ടിയാണിത്. എന്നാൽ ഇതിൻ്റെ ഉള്ളിലൊന്ന് കയറി നോക്കാം. ഓ, എന്നിട്ട് ക്ഷീണിച്ചാ? കുരുവിക്കൂടി കയറിയാൽ ഇരിക്കണ്ടേ? ഇട്ടേക്കണ ഇരിക്കാനല്ലേ? ഇരിക്കാനല്ല, നല്ലൊരു തണലാണ് ഗൈസ്. അതെ. അപ്പോൾ ഇതിൻ്റെ അപ്പുറത്താണ് ഇവരുടെ ബേർഡ് സൈറ്റ് സീയിങ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമുക്ക് അപ്പുറം പോകണം. അപ്പോൾ ഇവിടെ നമുക്ക് വേഗം കണ്ടു നിർത്തിയിട്ട് നമുക്ക് അപ്പുറം പോകാം. അത്യാവശ്യം ചെറിയൊരു തണുപ്പും എല്ലാം ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ. ഇങ്ങോട്ടൊക്കെ ഇരിക്കാനുള്ള സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബട്ടർഫ്ലൈ പാർക്ക്. ബട്ടർഫ്ലൈ പാർക്ക് ഉണ്ട്. നക്ഷത്രവനമുണ്ട്. ഇവിടെ കാണുന്ന ബട്ടർഫ്ലൈ ഒക്കെ ഇവിടെ ഉണ്ടാവോ? ഉണ്ടാവില്ല. ഉണ്ടാകും, പക്ഷെ നമ്മളത് തപ്പി കണ്ടുപിടിക്കണം. അവിടെ കുറേ ബട്ടർഫ്ലൈ ഉണ്ട്. എവിടെ? അവിടെ. വിവിധ തരത്തിലുള്ള പൂക്കളുണ്ട് ഗൈസ് ഇവിടെ. അതുകൊണ്ട് തന്നെ ആയിരിക്കും ഇവിടെ ബട്ടർഫ്ലൈയും അധികമായിട്ട് കാണുന്നത്. ഇഷ്ടംപോലെ ബട്ടർഫ്ലൈ ഉണ്ട്, കണ്ടോ? ഉണ്ട് ഗൈസ്, കുറേയധികം ബട്ടർഫ്ലൈ ഒക്കെ ഇവിടെ ഉണ്ട്. കുറേ പൂക്കളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ ബട്ടർഫ്ലൈ മ്യൂസിയം ഉണ്ട്, അതുകൊണ്ട് ഞാനത് കാണിച്ചു തരാം. അടുത്തൊരു ബട്ടർഫ്ലൈ മ്യൂസിയം. നമുക്ക് എന്തായാലും ഇതിൻ്റെ അകത്ത് എന്താണെന്ന് നമുക്ക് ജസ്റ്റ് നോക്കി നോക്കാം. ഇതെന്താണെന്ന് വെച്ചാൽ ഈ ബട്ടർഫ്ലൈനെ കുറിച്ചുള്ള കാര്യങ്ങളും അതിൻ്റെ എന്താണ് ഓരോരോ ഇത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. ചെറിയൊരു ഇതാണ്, മ്യൂസിയം ഒന്നും പറയാൻ പറ്റില്ല, ചെറിയൊരു പ്രദർശനം. ആണല്ലോ, ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. ഗൈസ്, ഒരു ചെറിയൊരു ഉദ്യാനം അല്ലേ, അങ്ങനെ തന്നെ പറയാം. കുറേ പൂക്കളും ബട്ടർഫ്ലൈയും അങ്ങനെയൊക്കെ ആയിട്ട് കുഴപ്പമില്ല ഗൈസ്, നല്ലൊരു ഇതാണ് കാണാൻ വേണ്ടിയിട്ടും. സുനിൽ നടക്കാൻ മടിയായിക്കൊണ്ട് അവിടെ തന്നെ നിൽക്കുകയാണ് ഗൈസ്. ഗൈസ്, ഇവിടെ ഔഷധ സസ്യ പ്രദർശന തോട്ടാണ്. പല വിധത്തിലുള്ള ഔഷധ സസ്യങ്ങളുണ്ട് ഗൈസ് ഇവിടെ. അവൈലബിൾ ആണ്. അപ്പോൾ അതിൻ്റെ നോക്കാൻ വേണ്ടിയിട്ടാണ്. ബോട്ടിങ്ങിൽ ഇവിടെ കയറില്ല, പേടിയാണ്. അവിടെ ബോട്ടിങ് പോകാൻ പറ്റില്ല ഗൈസ്. പേടിയല്ല, ഭയം. ഒരിത് എന്തിത്
ഇതാണ് അപ്പോൾ ഇവിടുത്തെ ബോട്ട്. 1 hour ബോട്ടിംഗ് ഉള്ളത്. അതെ. കുട്ടികൾക്കായിട്ട് ഇവിടെ കിഡ്സ് കോർണർ ഉണ്ട് ഗൈസ്. അപ്പോൾ നല്ലൊരു വൈബിൽ തന്നെ കുട്ടികളൊക്കെ ആയിട്ട് വന്നാൽ ഏർമാടവും അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ് ഇവിടെ. 2018 പ്രളയത്തിൽ ഇതെല്ലാം കംപ്ലീറ്റ് മുങ്ങിപ്പോയതാണ്. അതിൻ്റെ ഫ്ലഡ് ലെവലാണ്. ഇവിടം വരെ 2018 മുങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു, ഇതിൻ്റെ പകുതിയോളം. അപ്പോൾ ഗൈസ് ഹസി ഇതിൻ്റെ മേളിൽ കയറാൻ പോവുകയാണ്. യെസ്, ഐ വിൽ ഡു ഇറ്റ്. നമുക്ക് ഏകദേശം ഒരാൾ കയറിയിട്ട് ഞാൻ വിളിച്ചാണ് ഗൈസ്. ഓർമ്മയുണ്ടാ? കയറാൻ കുഴപ്പമില്ല, പക്ഷേ എന്നാ പിടിച്ചോ. കമൺ കമൺ. എങ്ങനെ ഇറങ്ങും? ഇറങ്ങാനാണ് പേടി. ഇവിടെ നല്ലൊരു ഏർമാടം, നമുക്ക് വിശ്രമിക്കാനും അല്ല. എന്താണ് പറയാനുള്ളത് ഇതിനെ കുറിച്ചിട്ട്? ഇതിനെക്കുറിച്ച് എനിക്ക് ഒരുപാട് ഇത് പറയാനുണ്ട്. ഇത് പറയണ്ട, ഈ ഏർമാടത്തെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഗൈസ് കയറാൻ കുഴപ്പമില്ല, സുഖമായിട്ട് കയറും, പക്ഷെ എനിക്ക് ഇറങ്ങാനാണ് പേടി. അതിന്റെ ഭാഗങ്ങളൊന്നും കാണിക്കുന്നതല്ല, വീഡിയോയിൽ ഉൾപ്പെടുന്നതായിരിക്കും. ഇല്ല, അത് കാണിക്കാൻ പറ്റില്ല. അത്യാവശ്യം നല്ലൊരു ഹൈറ്റിൽ തന്നെയാണ് ഗൈസ് ഇതുള്ളത്. ഗൈസ് സബാസി വണ്ടി എടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇതിൻ്റെ അടുത്ത്, അതായത് ഒരു 100 മീറ്റർ പോയി കഴിഞ്ഞാലാണ് അടുത്ത ബേർഡ് സാങ്ച്വറി വരുന്നതാണ് അവർ പറഞ്ഞത്. അപ്പോൾ നമുക്ക് എന്തായാലും അവിടെ പോയി നോക്കാൻ ബേർഡ്സ് കാണാൻ പറ്റുമോ അറിയാനായിട്ട്. സാലിം അലി പക്ഷി നിരീക്ഷണ കേന്ദ്രം ആണ് ഗൈസ്. ഗൈസ് ഇവിടെ ഒരു കുറച്ച് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ടിക്കറ്റ് ഇല്ലാത്ത പ്രവേശനമാണ്. എൻട്രി ടൈം, എക്സിറ്റ് ടൈം, ഡു നോട്ട് ലിറ്റർ. നമ്മൾ സൈലൻ്റ് ആയിട്ട് വേണം നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് പോകാൻ, വൈൽഡ് ആനിമൽസൊക്കെ ഉള്ളത് കൊണ്ടിട്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്തേക്ക് പോയി നോക്കാം. എന്താ പറയുക, കാട്ടിലേക്കൂടെ ഇങ്ങനെ നടക്കുക. അവരുടെ സ്ട്രിക്റ്റ് ഇൻസ്ട്രക്ഷനാണ് 5 മണിക്ക് നമ്മൾ റിട്ടേൺ വരണമെന്നുള്ളത്. കാരണം വന്യമൃഗങ്ങൾ ഇറങ്ങുന്ന സ്ഥലമാണ്. അതെ, അപ്പം നമ്മളും ഒരുപാട് സൂക്ഷിച്ച് വേണം നമ്മളും എന്താ പറയുക നടക്കുന്നത്. എന്താ പറയുക, മറ്റേ വൈദ്യുതി വേലിയൊക്കെ ഉണ്ട്, എന്നാലും നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് തന്നെയാണ് അപകടം വരുന്നത്. ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ എന്താ പറയുക, നല്ലൊരു ബൈനോക്കുലറും മറ്റേ ക്യാമറയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെന്താ ചുമ്മാ പറയാനുള്ളത്? പറ. എന്താ ആനല്ല പോച്ചാറ്. നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ തന്നെ വേണം ബേർഡ്സിനെ കണ്ടെത്താൻ. അതിനാ പറയുന്നത്, മറ്റേ ബൈനോക്കുലറും നല്ല ക്യാമറ ഒക്കെ ആയിട്ട് വരണം എന്നതാ പറയുന്നത്. അവർ ഓൾറെഡി നമ്മളോട് പറയുകയും ചെയ്തു, ചൂടായത് കൊണ്ട് പക്ഷികളൊക്കെ കുറവായിരിക്കും. അതെ, അപ്പോൾ കണ്ടു എന്തെങ്കിലും ബേർഡ്സിനെ നമ്മൾ കണ്ടാൽ അത് നമ്മളുടെ ഒരു ഭാഗ്യം. അതെ, വേറെ ഒന്നുമല്ല. ആനപ്പിണ്ടത്തിൻ്റെ മണമൊക്കെ ഉണ്ട് കേട്ടോ. ഗൈസ് എന്തൊക്കെയോ പക്ഷികളുടെ കരച്ചിൽ കേൾക്കുന്നുണ്ട്, പക്ഷെ നമുക്കൊന്നും കാണുന്നില്ല. ഫുള്ള് മുളയാണ് ഗൈസ്, മുളങ്കാടുകളാണ്. ഇവിടെ ഒരുപാട് ഇൻസ്ട്രക്ഷൻസ് അവർ എഴുതിയിട്ടുണ്ട്. മെയിനായിട്ട് അവർ പറയുന്നത് നമ്മൾ ശബ്ദം ഉണ്ടാക്കരുതെന്നാണ്. അപ്പോൾ പോകുന്ന വഴികളിൽ ഡു നോട്ട് എക്സ്പെക്ട് ടു സീ ആനിമൽസ് ഓർ ബേർഡ്സ് ആസ് മാറ്റർ ഓഫ് റൂട്ട്. അവർ പറഞ്ഞിരിക്കുന്ന വഴികളിൽ കൂടെ മാത്രമേ നമ്മൾ പോകാൻ പാടുള്ളൂ. ഒരു കാരണവശാലും നമ്മൾ വേറൊരു വഴിയിലേക്ക് ഡീവിയേറ്റ് ചെയ്യരുത്.
ചെയ്ത് കഴിഞ്ഞ് നമുക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ദേ ആർ നോട്ട് റെസ്പോൺസിബിൾ അറ്റ് ഓൾ. ഇതിലേക്കൂടെ വഴിയുണ്ട്, ഇതിലേക്കൂടെ വഴിയുണ്ട്. അതെ, നമ്മളിപ്പോൾ ഇവിടെ എത്തിക്കഴിയുമ്പോൾ നമുക്ക് 2 വഴി കാണാം. പക്ഷെ അവർ കൊടുത്തിരിക്കുന്ന വഴി ഏതാണോ ആ വഴി കൂടി മാത്രമേ നമ്മൾ പോവാൻ പാടുള്ളൂ. ചിലവർ അവരുടെ ഒരു ഇതൊക്കെ വെച്ചിട്ട് അവർ ഡീവിയേറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ഓ ഗോഡ്. നെക്സ്റ്റ് ടാസ്ക്. ഇവിടെ ഒരു വ്യൂ ടവർ ഉണ്ടെന്ന് അവർ കണ്ടത്. നമുക്ക് എന്തായാലും നോക്കി നോക്കാം. ഒന്നും എക്സ്പെക്ട് ചെയ്യാൻ പാടില്ല. എന്തെങ്കിലും കാണുന്നു, അതെ, എക്സ്പെക്ടേഷൻ ഇല്ലാതെ കാണും. നമ്മൾ എക്സ്പെക്ടേഷൻ വെച്ച് നമ്മൾ വന്നിട്ട് നമ്മളൊന്നും കണ്ടില്ലെങ്കിൽ അത് നമുക്ക് ഭയങ്കര ഡിസപ്പോയിൻമെൻ്റ് ആണ്. ഇവിടെയൊക്കെ ഒരു ഇതുണ്ട് കേട്ടോ, കല്ലിലൊക്കെ എഴുതി വെച്ചു. പക്ഷെ അതൊക്കെ മാറി പോയിട്ടുണ്ട്. വേണ്ട ഗൈസ്, ഇത് കണ്ടോ ഗൈസ്, പ്ലാസ്റ്റിക് കുപ്പികൾ. ഇതൊന്നും ഒരിക്കലും ചെയ്യരുത്. വി ഷുഡ് നോട്ട് പൊല്യൂട്ട്. പ്ലാസ്റ്റിക് ഒന്നും ഇടരുത്. ദയവ് ചെയ്ത് വരുന്നവരാരും അതെ, പ്ലാസ്റ്റിക് കൊണ്ടുവരണ്ടെന്നല്ല, ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോകരുത്. നമ്മൾ മാത്രമേ ഉള്ളൂ. യെസ്. ഇത് പേടിയാവുന്നുണ്ട്. എന്തിന്? Respect yourselves, respect others, respect the environment. അതിനാണ് അത് പറഞ്ഞത്. ആനപ്പെണ്ടോക്കുണ്ട് പെട്ടാറ്റ. അവർക്ക് പേടി തുടങ്ങിയിട്ടുണ്ട്. ഒരു നല്ലൊരു നാട്ടുവഴി, എന്താ പറയുക, നാട്ടുപാത എന്നൊക്കെ പറയുന്നല്ല, ചെറിയൊരു വഴി, 2 സൈഡും. ആന ഇറങ്ങുന്ന വഴിയാണ് കേസ്. ഇത് വലിയ പഴക്കമുള്ളതൊന്നല്ല. വരുത് 5 മണിക്ക് ശേഷം അതുകൊണ്ട് ആനൊക്കെ ടൈം അറിയും, അതല്ലേ? ഞാൻ പറയട്ടെ, ഇപ്പം നമ്മൾ വന്ന വഴിയാണ് നമുക്ക് റിട്ടേൺ പോകേണ്ടത് ആയിരിക്കും. ഞാൻ ഇങ്ങനെ പോയിട്ട് ഇതെല്ലാം ആന ഒടിച്ചിട്ടേക്കണ കൈ. യെസ് ആണല്ലോ. ആന ഇറങ്ങിയിട്ടുണ്ട് വെള്ളം കുടിക്കാൻ. ഇതെല്ലാം ആന ഒടിച്ചിട്ട് കടിച്ച് ഒടിച്ച് നുറുക്കിയിട്ടേക്കാണ്. ആന ഇറങ്ങിയിട്ടുമുണ്ട്. ഇതല്ല വഴി. ഇതാണോ? എവിടെ? ഇതാണ് വഴി. ഒരു ഇതല്ല വഴി. നമുക്ക് പോവാം. പറ്റോ? എടോ വേമ്പ വേമ്പ മലയണ്ണാൻ അവിടെ ഉണ്ട്. ഇതവിടെ ഇരിക്കണണ്ട. മലയാളാണോ? മലയാളം നടന്നാൽ തീരില്ല ഗൈസ്. വൈൽഡ് ലൈഫ് ഡിവിഷൻ ഇടുക്കി. പക്ഷിയുടെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. ആൾക്കാർ പോയത് നീ പറഞ്ഞ നടക്കണ്ടായിരുന്നേ. അടിപൊളി വീഡിയോ എടുക്കും. വീഡിയോ ആൾക്കാർ ഗൈസ്. ഇപ്പോഴാണ് എനിക്ക് ഇച്ചിരിയെങ്കിലും ആശ്വാസമായത് ഗൈസ്. പേടിച്ച് വിറച്ച് കിടക്കാൻ. നമ്മൾ മാത്രമേ ഉള്ളൂ.
അപ്പോൾ ആ ഒരു പേടി എന്തെങ്കിലും അങ്ങനെ എന്നാൽ സഹായത്തിന് ഒച്ച വിളിച്ചാൽ പോലും ഒരാൾ പോലും ഉണ്ടാവില്ല. അതാണ് എൻ്റെ മൈൻഡ് പേടി. എനിക്ക് അങ്ങനത്തെ പേടിയൊക്കെ വരും. നല്ല മറ്റേ ലെൻസില്ലേ, പവർ ലെൻസോ ക്യാമറയുടെ, അതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട്. കാട്ടിലോട്ട് ഞാൻ നടക്കാം. കണ്ടോ പറയും. ഒരു പക്ഷിയുണ്ട് ഗൈസ്, കാണാൻ പറ്റാത്തതുകൊണ്ടാണ്. ഇവിടെ ഒരു വാച്ച് ടവറൊക്കെ ഉണ്ട്, പക്ഷേ ഇതിപ്പോൾ ലോക്കാണ് ഗൈസ്. ഇതെപ്പോഴും തുറന്നു കൊടുക്കാനൊന്നും അറിയില്ല. അവിടെ ഒരു പക്ഷി ഇരിക്കുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്നറിയില്ല. പക്ഷെ ഭയങ്കര പേടി ഗൈസ്, ആന വരാന്നില്ല. സൗണ്ട് കേൾക്കുന്നുണ്ട്. ഇതെല്ലാം ആന പറിച്ചിട്ടേക്കാണ് മോനെ. പിന്നെ ഇത് കൊത്തിയിട്ട പോലെയാണ്. കണ്ടെത്താത്തിനുണ്ട് പേടിയായോണ്ടല്ലേ. നല്ല കിളികളുടെ സൗണ്ട്. ഈ മരത്തിൽ എന്തെങ്കിലും കിളികളുണ്ട്. ഞാൻ കാണുന്നില്ല, പക്ഷെ ക്യാമറ കാണുന്നില്ല. വെള്ളത്തിൽ നോക്കിയ പാമ്പ. എവിടെ? തലപുങ്ങി തന്നെയാണോ? അതൊരു കിളിയാണ്. കിളിയല്ല, മറ്റേ കുളക്കോഴിയാക്ക. ചെറിയൊരു അനക്കം പോലും നമുക്ക് കേൾക്കുന്നുണ്ട്. എനിക്ക് കേൾക്കുന്നുണ്ട്. അവൻ്റെ കയ്യിൽ മുറുക്കെ പിടിച്ചിരിക്കുകയാണ് ഗൈസ്. എന്താണ്? പക്ഷിയാണോ? ഗൈസ്, നിങ്ങൾക്ക് ആ സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ടെന്നാണ് നമ്മുടെ വിശ്വാസം. വിശ്വാസം അതല്ലേ അല്ല, അത് ഭയങ്കര തണുപ്പായിട്ടുണ്ട് കേട്ടോ. നല്ല തണുപ്പായി ഗൈസ് ഇതിനുള്ളിൽ. ഇനി പോകണ്ട, ഇനി മതി. എന്താണ് ചോ? ആനപ്പിണ്ടോ ആനമൂത്രത്തിൻ്റെ കാലമാണുണ്ട്. അപ്പോൾ പോവാ. അപ്പോൾ ഗൈസ് നമ്മൾ തിരിച്ചു പോവുകയാണ് ഗൈസ്. ഇതൊക്കെ ഭയങ്കര പേടി ഗൈസ്. അതാണ് പറ്റിയത്. ഇതുണ്ടോ? ഇത് ആന ചവിട്ടിയതല്ലേ ഇത്? അതിൻ്റെ ആണ് ചോട്ടിയാണ് ഗൈസ്. അതിൽ ആന പോയിട്ടുണ്ട്. പോയേക്കല്ലോ. ഇല്ല, ഇതുണ്ടോ? എന്താ പറയണ്ടേ? അപ്പോൾ ഗൈസ് ഒരു 22 ഏക്കറോളം ഉണ്ട് ഈ സ്ഥലം അല്ലേ. അതൊക്കെ ചുറ്റി കറങ്ങാ വെച്ചാൽ നമ്മളെ കൊണ്ട് നടക്കുന്ന കാര്യമൊന്നുമല്ല. ഈ പക്ഷികളെ ഇഷ്ടപ്പെടുന്ന, ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെടുന്ന പക്ഷികളുണ്ട് കേട്ടോ. ഇഷ്ടംപോലെ പക്ഷികളുണ്ട്. പക്ഷേ കുറേ പക്ഷികൾ നമുക്ക് അല്ലെങ്കിൽ അത് നമുക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയില്ല. കാരണം വെച്ചാൽ നല്ല ലോങ് ആയിരിക്കും നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ നമുക്കിവിടെ ഇരിക്കാം. അപ്പോൾ ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ പറ്റിയ സ്ഥലമാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഇരിക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ തിരിച്ചു പോവുകയാണ് ഗൈസ്. ഇതൊക്കെ ഭയങ്കര പേടി ഗൈസ്. അതാണ് പറ്റിയത്. ഇതുണ്ടോ? ഇത് ആന ചവിട്ടിയതല്ലേ ഇത്? അതിൻ്റെ പക്ഷികളുണ്ട്, ഇഷ്ടംപോലെ പക്ഷികളുണ്ട്. കുറേ പക്ഷികളുണ്ട്, നമുക്ക് എല്ലാം അതിന് നമുക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയില്ല. കാരണം വെച്ചാൽ നല്ല ലോങ് ആയിരിക്കും നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ നമുക്കിവിടെ ഇരിക്കാം.
4:30 വരെ ഇവിടെ എൻട്രൻസ് ഉള്ളൂ. അതായത് 4:30 വരെ 4:30 മുമ്പായിട്ട് വന്നാലേ ഇതിനുള്ളിൽ കയറാൻ പറ്റുള്ളൂ ഗൈസ്. പിന്നെ വെച്ചാൽ 5:30 മുമ്പായിട്ട് ഇതിനുള്ളിൽ ഇറങ്ങിയാൽ 4:30 ഒരു 4 മണിക്ക് മുമ്പ് മാക്സിമം എല്ലാവരും എത്താൻ നോക്കുക ഇവിടെ വരുന്നുണ്ടെങ്കിൽ. ഇല്ല പറയുന്നത് ലാസ്റ്റ് ഉണ്ട് 4:30ക്കാണ്. പക്ഷെ 4:30 വന്ന് പക്ഷേ രാവിലെ വന്നാലേ നടക്കുള്ളൂ. അതെ 22 ഏക്കർ എന്ന് വെച്ചാൽ എത്ര നടക്കണം? ബസ് ഇരിക്കുന്നതുണ്ടോ ഭയങ്കര കാട്ടിലെ നടുവിലാണ് ഇരുന്ന് വർത്താനം പറയുന്നത്. ഫോറസ്റ്റ് മുഴുവൻ കാടാണ് ഗൈസ്, ഫുള്ള് കാടാണ്. അവിടെ ഒരു പുഴയുണ്ട്, നല്ല അടിപൊളി പുഴയുണ്ട്. പിന്നെ എന്താ ഇവിടെ ഒരു വാച്ച് ടവർ ഉണ്ട് ഗൈസ്, പക്ഷേ അതിപ്പോൾ ഓപ്പൺ ആയിട്ട് കാണുന്നില്ല. അതെ ഇവിടെ എന്തായാലും ആനുണ്ടെന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ആനയൊക്കെ രാത്രിക്കായിരിക്കും ഇറങ്ങുക, പക്ഷെ വെള്ളം കുടിക്കാനൊക്കെ ഇരുട്ടാകുമ്പോഴായിരിക്കും. അതായിരിക്കും അവർ 5:30 ക്ലോസ് ചെയ്യുന്നത്. 5 മണിക്ക് മുമ്പായിട്ട് നമ്മൾ തിരിച്ച് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. നമ്മൾ കയറുമ്പോഴും ഇറങ്ങുമ്പോഴും അവർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവിടെ. പിന്നെന്താണെന്ന് വെച്ചാൽ നല്ലൊരു തണുത്തൊരിതുണ്ട്. അതെ കാട്ടിലെ തണുപ്പുണ്ടാവും. കാട്ടിലെ തണുപ്പ് ബൈനോക്യുലറായിട്ട് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് ഒരുപാട് നല്ലൊരു DSLR ക്യാമറ, അതിന് പറ്റിയ നല്ല ലെൻസും. ഇപ്പോൾ ഈ വൈൽഡ് ഫോട്ടോഗ്രാഫറുകളുണ്ടാവുമല്ലോ, അവർക്കൊക്കെ അറിയാം അതിനെക്കുറിച്ചിട്ട്. അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ നല്ലൊരു അനുഭവമായിരിക്കും ഇവിടെ. അല്ലാണ്ട് വെറുതെ വന്ന് ഇങ്ങനെ കാട് കണ്ട് ഇങ്ങനെ ദൂരത്ത് നിന്ന് പക്ഷികളൊക്കെ കണ്ടിട്ട് പോകാനേ ഉള്ളൂ നമുക്ക് വന്ന പോലെ. അതൊക്കെ ആയിട്ട് വരുന്നവർക്ക് രാവിലെ വന്നാലും വൈകുന്നേരം വരെ പോകുന്ന സമയം പോകുന്ന അറിയില്ല. അപ്പോൾ ഇപ്പം തന്നെ കയറിയിട്ട് 1 മണിക്കൂർ ആവാനേ, പക്ഷെ ടൈം പോകുന്ന അറിഞ്ഞിട്ടില്ല ഗൈസ്. അതെ പിന്നെ ഇനിയും നമ്മൾ ഫ്രണ്ടിലേക്ക് പോകാൻ, പക്ഷെ എനിക്ക് പേടി ഭയങ്കര പേടിയാ പറയേണ്ട തിരിച്ചു പോവാ. വീഡിയോയിൽ ഇങ്ങനെ സൗണ്ട് കേട്ടിട്ടുണ്ടാവല്ലോ, നമുക്ക് പോവാന്നുള്ളത്. അയാൾക്ക് പേടി ഗൈസ്, ഭയങ്കര പേടി. മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല. അപ്പം ഇങ്ങനെ ഇതിലെടുത്ത് ഇങ്ങനെ പോയി എത്ര 1 മണിക്കൂറായിട്ട് നടക്കാനുണ്ടാവും. നടന്ന് അവിടെ എൻട്രൻസിന് അവിടെ തന്നെ എത്തും. പക്ഷെ ഗൈസ് ഈ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ചെറിയൊരു ട്രാവൽ വീഡിയോ അല്ല, ഒരു ചെറിയൊരു വീഡിയോ. അതെ അപ്പോൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. കാരണം വെച്ചാൽ നമ്മൾ ഈ ഫോറസ്റ്റിനുള്ളിൽ നിന്നൊരു മൈൻഡപ്പ് എടുക്കാമെന്ന് വിചാരിച്ചു. അതെ അതേ നമുക്ക് ഒച്ചപ്പാടും വെള്ളമൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. സമയം ഏതാണ്ട് 4:30 ആവാനായി. ഇപ്പം എന്തായാലും 5 മണിക്ക് മുമ്പായിട്ട് റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മളിപ്പോഴും നടന്നാലാണ് നമുക്ക് 5 മണിയാകുമ്പോഴേക്ക് അടുത്ത് വേണ്ടു. പിന്നെ എന്താണ് ഗൈസ്, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ സ്ഥിരം പരിപാടി ബെൽ ബട്ടൺ നെക്കി പൊട്ടിക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ എന്ത് തരത്തിലുള്ള വീഡിയോസ് ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അതായത് നിങ്ങൾ വിചാരിക്കാതെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും നമ്മൾ എന്ത് വീഡിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ സ്ഥലം കാണണം, അല്ലെങ്കിൽ എന്താണെങ്കിലും നിങ്ങൾ ഏത് ടൈപ്പ് വീഡിയോ വേണ്ടെന്ന് നിങ്ങൾക്ക് പറയാൻ ആഗ്രഹമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് പറയുക. നമ്മളത് നോക്കി ചെയ്യാൻ പറ്റുന്ന കമൻറ്റ് ഗുഡ് ആയാലും ബാഡ് ആയാലും നിങ്ങൾ അറിയിക്കുക. ഗുഡ് നമ്മൾ സന്തോഷത്തോടെ നമ്മൾ എടുക്കും, ബാഡ് നമ്മൾ ഇഗ്നോർ എന്തുകൊണ്ടാണ് ബാഡ് എന്ന് നമ്മൾ നോക്കും. നമ്മുടെ വീഡിയോ ബാഡാണോ അപ്പോൾ അതിനനുസരിച്ച് ഇമ്പ്രൂവ് ചെയ്യും. അതെ അങ്ങനെ വരുന്നതൊക്കെ നമ്മൾ നോക്കി ഇമ്പ്രൂവ്, അല്ലാതെ ഇങ്ങനെ വരുന്ന കമൻറ്റ്സ് എല്ലാം നമ്മൾ മാക്സിമം നമ്മൾ ഇഗ്നോർ ചെയ്ത് വിടും. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ നമ്മൾ വീഡിയോ എടുക്കും. നമ്മൾ ഇനിയും വീഡിയോ ചെയ്യും. കുറച്ച് ഒരാഴ്ചയായിട്ട് നമ്മൾ വീഡിയോസ് എല്ലാം ഭയങ്കര കുറവായിരുന്നു. ചില എന്താ പറയുക, അതെ കുറച്ച് വർക്ക്പരമായിട്ട് തിരക്കൊക്കെ ആയതുകൊണ്ടിട്ട് നമുക്ക് ഇടാൻ പറ്റില്ല. പിന്നെ നമ്മൾ വീണ്ടും മാക്സിമം പെട്ടെന്ന് വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. അതെല്ലാവരും നമ്മളെ സപ്പോർട്ട് ഇതുവരെ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള സപ്പോർട്ട് നമുക്ക് എല്ലായിടത്തും കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതിലും കൂടുതൽ നമ്മൾ സപ്പോർട്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതിന് പുറത്തിറങ്ങട്ടെ വേഗം.